കോട്ടയത്ത് 4 വയസ്സുകാരുടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ചോക്ലേറ്റിൽ നിന്നല്ലെന്ന് നിഗമനം. ചികിത്സയ്ക്കിടെ നൽകിയ മരുന്നിൽ നിന്നാകാം ദേഹാസ്വാസ്ഥ്യം എന്നാണ് സംശയം. കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുണ്ടെന്ന സംശയമായിരുന്നു ആദ്യം ഉയർന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഈ ഒരു വാർത്ത വരുമ്പോൾ നമ്മൾക്കൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാമോ ചോക്ലേറ്റിൽ നിന്നല്ല എന്നത്? വലിയ ആശങ്കയുണ്ടായിരുന്നു അനുജ. എന്തായാലും അതിപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പോലീസിന്റെ അന്വേഷണം അങ്ങനെ തന്നെയാണ് എത്തി നിൽക്കുന്നത്. മണർകാട് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നത്. ഈ കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ നിന്നാണെന്നുള്ളൊരു വിവരം ലഭിച്ചത് സ്കൂൾ അധികൃതരുടെ കയ്യിൽ നിന്നാണ്. അതായത് ഉച്ചയ്ക്ക് ഈ കുട്ടി ചോക്ലേറ്റ് കഴിക്കുന്നത് കണ്ടുവെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മാതാപിതാക്കൾ ഈ സ്കൂളിൽ വിളിച്ച് ചോദിച്ചു, എന്തെങ്കിലും കുട്ടി കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർമാരാണ് ഇങ്ങനെ ചോക്ലേറ്റ് കഴിക്കുന്നത് കണ്ടുവെന്ന് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വിവരവും ഇല്ലായിരുന്നു. കുട്ടി രാവിലെ മുതൽ തന്നെ മറ്റ് ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഈ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുന്നത്. അതിനു മുമ്പ് MRI സ്കാൻ എടുക്കുന്നതിന് മുമ്പ് ഒരു സെഡേറ്റീവ് കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ കുഞ്ഞു കുട്ടികൾ ഈ MRI സ്കാനിൽ അടങ്ങിക്കിടക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അതിൻ്റെ അംശമാണ് ഈ യൂറിൻ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത്. ഈ ബെൻസോഡയാസ്പിൻ എന്ന് പറയുന്ന മരുന്ന് ഇത്തരത്തിലുള്ള ഒരു സെഡേറ്റീവ് മരുന്നുകളിൽ ഉണ്ടാകാറുള്ള ഒരു പദാർത്ഥമാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, ഈ ചോക്ലേറ്റ് മറ്റൊരു കുട്ടി കൂടി കഴിച്ചിരുന്നു. ആ കുട്ടിക്ക് കാര്യമായിട്ടുള്ള ദേഹാസ്വാസ്ഥ്യമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചോക്ലേറ്റിൽ നിന്നാണെന്നുള്ള കാര്യം ഇപ്പോൾ അത് തള്ളിക്കളയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ കോട്ടയം SP-ക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൈമാറും. പക്ഷേ മാതാപിതാക്കൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ സാമ്പിൾ പരിശോധന നടത്തിയത് ഈ സംഭവം ഉണ്ടായ ദിവസത്തെ സാമ്പിളാണ് പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് മാതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ശരി, ചോക്ലേറ്റിൽ നിന്നല്ല ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് എന്ന തരത്തിലേക്കൊരു നിഗമനം പുറത്തു വരുന്നു. കോട്ടയത്ത് വിദ്യാർത്ഥിക്ക് ചികിത്സയ്ക്കിടെ നൽകിയ മരുന്നിൽ നിന്നാകാം ദേഹാസ്വാസ്ഥ്യം എന്ന സംശയം. റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നാണ് ടോബി ജോൺസൺ നൽകിയ വിവരം.